ഹായ് കൂട്ടുകാരെ, നമസ്കാരം. രാവിലെ ഫാമിലിയുമായി വണ്ടിയെടുത്ത് കറങ്ങാനിറങ്ങിയതാണ്. ഞങ്ങൾ താമസിക്കുന്ന തിരുപ്പൂരിലെ ഒരു ഗ്രാമപ്രദേശത്തിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. തിരുപ്പൂർ ആണോ എന്ന് തന്നെ സംശയം തോന്നും, അത്ര മനോഹരമായിരുന്നു. കണിക്കൊന്നയെല്ലാം പൂത്തു നിൽക്കുന്നത് നിങ്ങൾക്ക് കാണാം. ചുറ്റും തെങ്ങും വാഴയും ഒക്കെയുള്ള ഇരു സൈഡും നല്ല കൃഷി സ്ഥലങ്ങളാണ്. പക്ഷെ കുറച്ചിങ്ങോട്ട് പോന്നപ്പോൾ തന്നെ മനസ്സിലായി ഇത് തിരുപ്പൂർ തന്നെയാണ് എന്ന്. കാരണം ഇതായിരുന്നു അവസ്ഥ. വെയിലിൻ്റെ കാഠിന്യം വീഡിയോയ്ക്കകത്തൂടെ നിങ്ങൾക്ക് കൃത്യമായി കാണാം. വരുന്ന വഴി കണ്ടതാണ് ഒരു അമ്പലം, ഗണപതിയുടെ അമ്പലമാണ്. അമ്പലത്തിന് യാതൊരു പഞ്ചവുമില്ലാത്ത നാടാണ് തിരുപ്പൂരും തമിഴ്നാടും. ഇതാ ഇവിടെ വീണ്ടും ഒരു അമ്പലം കാണാം. അങ്ങനെ ഞങ്ങൾ നേരെ എത്തിയത് ഒരു പൊന്തക്കാട്ടിലേക്കാണ്. പൊന്തക്കാടല്ല കേട്ടോ, അത് പന്നിക്കറി വിൽക്കുന്ന കടയാണ്. അനുമോളോട് വീഡിയോ എടുക്കാൻ പറഞ്ഞപ്പോൾ പന്നിക്കറിക്കാരൻ്റെ കത്തി കണ്ടവൾ പേടിച്ച് വീഡിയോ എടുത്തില്ല. അതുകൊണ്ട് ഇത്രയേ കിട്ടിയുള്ളൂ. അവിടുന്ന് 1 കിലോ പന്നിയും വാങ്ങി. നല്ല അടിപൊളി പന്നിയായിരുന്നു. അതുകൊണ്ട് 1 കിലോ പന്നി വാങ്ങി നേരെ അടുത്ത സ്ഥലത്തേക്ക് ലാൻഡ് ചെയ്തു. കൂട്ടുകാരൻ്റെ ബേക്കറിയാണ് കേട്ടോ. ചെന്നപാടെ ആൾക്ക് 2 പേര് ഓരോരോ ഐസ്ക്രീം എടുത്ത് കൈ പിടിച്ചു. അങ്ങനെ അതും കഴിച്ചിരിക്കുമ്പോഴുണ്ട് അടുത്ത ഓർഡർ നമുക്കെത്തി. അനുമോൾ എന്തൊക്കെയോ ഓർഡർ ചെയ്തിട്ടുണ്ട്, എന്തൊക്കെയാണെന്ന് അറിയത്തില്ല. ഓരോന്നോരോന്ന് വരും. മെനു കാർഡൊക്കെ എടുത്ത് നോക്കിയാണ് ഓർഡർ. ഇതാണ് ബേക്കറി. അടിപൊളി ബേക്കറിയാണ് കേട്ടോ, അടിപൊളി ഫുഡുമാണ്. അങ്ങനെ ഞങ്ങളൊരു മിനി ഫലൂദ വാങ്ങി. അതിൻ്റെ കൂടെ ഒരു പപ്സും എഗ്ഗ് പപ്സും വാങ്ങി. അതായിരുന്നു ഇന്നത്തെ രാവിലത്തെ ഞങ്ങളുടെ ഭക്ഷണം. അനുമോൾ പപ്സ് കഴിക്കുന്ന വീഡിയോ അനുമോൾ അറിയാതെ എടുത്താണ് കേട്ടോ. അറിഞ്ഞായിരുന്നു ചിലപ്പോൾ ഒരു നാണമൊക്കെ വന്നേനെ. ചെറിയ പുത്രന് നല്ലോണം ഇഷ്ടപ്പെട്ടു ഫലൂദ. ബേബി ഫലൂദയായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. നല്ല ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ ഇട്ട് അടിപൊളി ഫലൂദയായിരുന്നു. അത് പുള്ളിക്ക് എടുത്തിട്ട് കിട്ടുന്നില്ല, അതിൻ്റെ ഒരു ദേഷ്യമാണ് ആ മുഖത്ത് കാണുന്നത്. അതെല്ലാം കഴിഞ്ഞ് അടുത്ത ഓർഡറായിരുന്നു പൊമോഗ്രാനൈറ്റ് ജ്യൂസ്. പിങ്ക് കളർ കണ്ടിട്ട് ഓർഡർ ചെയ്തതാണ് 2 പേരും. പക്ഷേ 2 പേരും ഒരു തുള്ളി പോലും കുടിച്ചില്ല. വെറും കളറ് മാത്രം ഇഷ്ടപ്പെട്ട് മേടിച്ചതാണ്. പിന്നെ അതെല്ലാം കഴിഞ്ഞ് തിരിച്ച് നേരെ വീട്ടിലേക്ക് വരുമ്പോൾ ഉണ്ട് അവിടെ ഒരു അമ്പലം. പിന്നെയും അത് കഴിഞ്ഞ് ഒരു 100 മീറ്റർ വന്നപ്പോൾ ഉണ്ട് അടുത്ത അമ്പലം. ഇവിടെ അമ്പലങ്ങളുടെ പൂരമായിരുന്നു ഇന്ന്. അങ്ങനെ എല്ലാം കഴിഞ്ഞ് നേരെ വീട്ടിലേക്ക്.